ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ധ്യാസമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവാഞ്ചലിയൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 130ാമത് എപ്പിസോഡിലേക്ക് നാം ചേർന്ന് വന്നിരിക്കുകയാണ്. ഈ പ്രോഗ്രാം വളരെ അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളും ദൈവസനയിൽ പ്രാർത്ഥനയോടെ ചേർന്ന് വന്നിരിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാനായി എത്തിയിട്ടുള്ളത് കർത്താവിൽ പ്രസിദ്ധ സുവിശേഷനായ ഗായകനുമായ സുവിശേഷൻ TJ തോമസ് വാളക്കുഴി അവരുകളാണ്. പ്രിയപ്പെട്ടവൻ ഈ ശുശ്രൂഷയിൽ മുമ്പും പല പ്രാവശ്യം കടന്നു വരികയും സഹകരിക്കുകയും ചെയ്ത ആളാണ്. ഇന്നും തന്നെ ലഭിച്ചതിൽ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിൻ്റെ ദാസനെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് നരേഷനും ഒപ്പം ലഘു സന്ദേശവും നൽകുവാനായി ഇവിടെ എത്തിയിട്ടുള്ളത് മുമ്പും ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ചിട്ടുള്ള കർത്താവിൽ പ്രസിദ്ധ സുവിശേഷനായ ജോസി ജോൺ വലിയകുന്നം അവരുകളാണ്. കർത്താവിൻ്റെ ദാസനെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് എല്ലാ ആഴ്ചയിലും പോലെ തന്നെ ഞങ്ങളുടെ പ്രിയമകൻ സുജിത് സുനിൽ കൊട്ടാരക്കര ആണ്. ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് സുനിൽ കൊട്ടാരക്കരയാണ്. ഈ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ഇതിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രിയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ജോസി ജോൺ സാർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ അദ്ദേഹം തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസനെ ഞാൻ പ്രത്യേകമായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവ് ദൈവമേ കർത്താവേ, ഞങ്ങൾക്ക് 130ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ തക്കണം സഹായിച്ചവയ്ക്കായി സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതിനുവേണ്ടി കർത്താവെ ഈ സുദിനം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവെ, ഈ 2024 7ാമത്തെ മാസവും അതിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ കർത്താവെ കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്കൊക്കെ ഒപ്പം അങ്ങ് ദൈവം കാണിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്താവെ. ദേശത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകർ കർത്താവെ ആത്മീയ സന്തോഷം പകരുവാൻ തക്കണം കർത്താവെ. ഈ പ്രവർത്തനം നീ സഹായിച്ച അതിനുവേണ്ടി വ്യാപിപ്പിക്കുവാൻ തക്കണം നീ കരുണ കാണിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ട ദേവദാസൻ ഈട്ടികൾ കുഞ്ഞുമോൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിനോടൊപ്പം കർത്താവെ സംഗീതം ഒരുക്കുന്ന പ്രിയപ്പെട്ട മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുയിസ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യുന്ന കർത്താവെ. അവരെയൊക്കെയും അവരായിരിക്കുന്നിടത്ത് നീ കൂടിയിരിക്കുകയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അങ്ങയുടെ വചനം ദേശത്തിലേക്ക് കർത്താവെ കൊടുക്കുവാൻ തക്കണം ഇങ്ങനെ ഒരു സാധ്യത അങ്ങ് തുറന്നു തന്നവയ്ക്കായി സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്താവെ. അതിനുവേണ്ടി ഈ സ്ഥലം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നവയ്ക്കായി സ്തുതിക്കുന്നു. അതുപോലെ കർത്താവെ അങ്ങയുടെ ഗാനങ്ങളിലൂടെ കർത്താവെ സഹായിക്കാൻ തക്കണം പ്രിയപ്പെട്ടവരെ ഒരുക്കിയവയ്ക്കായി സ്തുതിക്കുന്നു. എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് മനോഹരമായി തീരുവാനും അനേകർക്ക് അത് ആശ്വാസപ്രദമായി തീരുവാൻ തക്കണം സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയയോടെ കേൾക്കുമാറാകണമേ. ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡ് 130ാമത്തെ എപ്പിസോഡിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇന്ന് ആദ്യത്തെ ഗാനം പാടുന്നത് ദേവദാസൻ TJ തോമസ് അവരുകളാണ്. ആദ്യത്തെ ഗാനം ഷാരോനിലെ പനിനീർ എന്നുള്ളതായിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ഈ ലോകമാകുന്ന അതായത് ഭീകരമായിട്ടുള്ള ഈ മരുഭൂ പ്രയാണ യാത്രയിൽ നമ്മൾ ഏത് അവസ്ഥയിലൂടെ നമ്മൾ പോയാലും വലിയ ദൈവം നമ്മളെ പരിപാലിക്കും, വിടുവിക്കും. ആ ചൂടേറിയ അന്തരീക്ഷത്തിൽ ദൈവം നമ്മളെ സഹായിക്കും. ആ തണുപ്പിൻ്റെ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുവാൻ തക്കണം വലിയ ദൈവം നമുക്ക് വഴിയും സത്യവും ജീവനും ആയിരിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കൂരിരുണ്ട താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നുള്ള സങ്കീർത്തന ഭാഷ്യം നമ്മുടെ ഉള്ളിൽ വലിയനായ ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. നാം കാണുവാൻ സഹായിക്കുന്ന പോലെ ദേശത്തിൻ്റെ വിഭാഗങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ വളരെ മനോഹരമായ പൂന്തോട്ടങ്ങൾ കാണും. എന്നാൽ പനിനീർ പുഷ്പത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വലിയ ദൈവം ഒരു പനീർ പുഷ്പച്ചെടിയായി
വലിയനായ ദൈവം ഈ ഭൂമിയിലേക്ക് തൻ്റെ പ്രിയപുത്രനെ അയച്ചിരിക്കുന്നു. ആദ്യം നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഈ ഭൂമിയിൽ നമുക്ക് അവസരം നിർവഹിക്കായി സ്തുതിക്കുന്നു. ആദ്യം ദൈവദാസൻ TJ തോമസ് നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നു. ഷാരോനിലെ പനിനീർ എന്നുള്ള ഗാനം. ഷാരോനിലെ പൂവുപോ ഹെർമോനിലെ മഞ്ഞു തുള്ളിപോ ഷാരോനിലെ പൂവുപോ ഹെർമോനിലെ മഞ്ഞു തുള്ളിപോ ഒഴുകുന്നിതാ സ്നേഹം നിറയുന്നിതാ ഈ സ്തുതിഗീതികൾ ഷാരോനിലെ പൂവുപോ ഹെർമോനിലെ മഞ്ഞു തുള്ളിപോ ഒഴുകുന്നിതാ സ്നേഹം നിറയുന്നിതാ ഒഴുകുന്നിതാ ഈ സ്തുതിഗീതികൾ. മുളം തണ്ടുപോലെ തകർന്നൊരു ജീവിതം സംഗീത സാന്ദ്രമായി മാറ്റിയില്ലേ. പാഴ്മുളം തണ്ടുപോലെ തകർന്നൊരു ജീവിതം സംഗീത സാന്ദ്രമായി മാറ്റിയില്ലേ. മധുരമെഴും തിരുവചനം ഗാനമായി നാവിലേകി നീ. മധുരമെഴും തിരുവചനം ഗാനമായി നാവിലേകി നീ. ഷാരോനിലെ പൂവുപോ ഹെർമോനിലെ മഞ്ഞു തുള്ളിപോ.
തൊടു തേടും മാനെ പോലെ തുടിച്ചിടുന്നങ്ങൈ ചേർന്നിടുവാ. നീ തൊടു തേടും മാനെ പോലെ തുടിച്ചിടുന്നങ്ങൈ ചേർന്നിടുവാ. പ്രാണപ്രിയാനി എന്നു വരും കാണുവാനാശയേറുന്നേ. പ്രാണപ്രിയാനി എന്നു വരും കാണുവാനാശയേറുന്നേ. ശാരോനിലെ പനിനീർ പൂവുപോ ഹെർമോനിലെ തൂമഞ്ഞുതുള്ളിപോ. ശാരോനിലെ പനിനീർ പൂവുപോ ഹെർമോനിലെ തൂമഞ്ഞുതുള്ളിപോ. ഒഴുകുന്നിതാ നിറയുന്നിതാ ഈ സ്തുതിഗീതികൾ. ശാരോനിലെ പനിനീർ പൂവുപോ ഹെർമോനിലെ മഞ്ഞുതുള്ളിപോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ബൈബിളിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വാക്യമായിട്ട് ദൈവമക്കൾ ഇതിനെ ചിത്രീകരിക്കാറുണ്ട്. ഈ ലോകത്തിലെ ജനങ്ങൾ മറ്റ് പല പാദങ്ങളിലും അവർക്ക് സന്തോഷവും സമാധാനവും കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ വലിയനായ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാദങ്ങളിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ദൈവം എന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുമ്പോൾ നാം മറ്റൊരു പാദത്തിലും മറ്റൊരു കാൽക്കലും നമ്മൾ വീഴേണ്ടത് ആവശ്യമില്ല. ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ധാരാളം ജനവിഭാഗങ്ങൾ ദൈവത്തെ അറിയാതെ മറ്റ് പാദങ്ങളിലേക്ക് ആശ്രയിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ വലിയ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ പാദത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാദത്തിൽ സമീപിക്കുവാനും അവിടെ ആശ്വാസം കൊള്ളുവാനും നമ്മളെ ഓർപ്പിക്കുന്നു. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഞാൻ ധൈര്യത്തോടെ പറയും. എബ്രായ ലേഖനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്ന വചനവിതാണ്. ആ നിലയിൽ കർത്താവേ നിൻ പാദത്തിൽ എന്നുള്ളതായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഗാനം ദേവദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ നമുക്കായി ആലപിക്കുന്നു. കർത്താവേ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമായി നിൻ കയ്യിൽ തന്നിടുന്നു. കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമായി
എല്ലാം ഞാനേകിടുന്നൻ മാനസം ദേഹി ദേഹം ഗീതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. എല്ലാം ഞാനേകിടുന്നൻ മാനസം ദേഹി ദേഹം ഗീതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമായി കയ്യിൽ തന്നിടുന്നു. പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ. ഓടട്ടെ നാടെങ്ങും ഞാൻ നിൻ നാമം ഘോഷിക്കുവാൻ. പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ. ഓടട്ടെ നാടെങ്ങും ഞാൻ നാമം ഘോഷിക്കുവാൻ. കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമായി കയ്യിൽ തന്നിടുന്നു. ഹല്ലേലൂയ മഹത്വം സ്തോത്രമെൻ രക്ഷകനേ. ഹല്ലേലൂയ കീർത്തനം പാടും ഞാൻ കർത്താവിന്. ഹല്ലേലൂയ മഹത്വം സ്തോത്രമെൻ രക്ഷകനേ. ഹല്ലേലൂയ കീർത്തനം പാടും ഞാൻ കർത്താവിന്. കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമായി കയ്യിൽ തന്നിടുന്നു. കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു.
സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 23-ാം സങ്കീർത്തനത്തിൻ്റെ പ്രഥമ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദൈവം നമ്മുടെ ഇടയനാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല എന്നുള്ള വാക്യാംശമാണ് നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കുന്നത്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. അതായത് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടാൻ യാതൊരു കാര്യവുമില്ല. ഈ ലോകത്തിൽ നമുക്ക് പലവിധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നേരിടുമ്പോൾ ദൈവം നമുക്ക് ഇടയനായിട്ട് മുമ്പിൽ ഉണ്ട്. അതായത് 99 ആടുകളെയും ഒരു വശത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരാടിന് വേണ്ടി കടന്നു പോകുന്ന ആ ശ്രേഷ്ഠ ഇടയനെ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. ആ ശ്രേഷ്ഠ ഇടയൻ നമ്മെ തേടി വന്നെങ്കിൽ, നമ്മൾ അലഞ്ഞ് അകന്ന ഒരു വിശ്വാസിയായിരുന്നെങ്കിൽ, ഒരു മനുഷ്യനായിരുന്നെങ്കിൽ, നമ്മളെ തേടി വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ആക്കുവാൻ തക്കണം നമ്മളോട് സ്നേഹം കാണിച്ചുവെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം എന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, യഹോവ എൻ്റെ ദൈവമാകുന്നു, ദൈവം എന്നെ ശക്തീകരിക്കും, ദൈവം എന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ദൈവം എന്നെ താങ്ങുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗാനം നമുക്ക് ചേർന്ന് പാടുവാൻ സാധിക്കും. അതായത് ദൈവദാസൻ TJ തോമസ് അടുത്തായിട്ട് പാടുവാൻ പോകുന്ന നീ എൻ സ്വന്തം, നീ എൻ പക്ഷം എന്നുള്ള ഗാനം നമ്മളത് പാടുമ്പോൾ വല്ലാധികം നമ്മുടെ പക്ഷത്തുണ്ട്, നാം ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് ഒന്നുകൂടെ ഈ ഗാനത്തിലൂടെ അന്വർത്ഥമാക്കുന്നു. ആ ഗാനത്തിനായി ദൈവദാസൻ TJ തോമസിനെ ക്ഷണിക്കും. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെന്നാവ് വരളും
ആകാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനൻ ആത്മദാഹം തീർത്തിടും. ചൂടേറിയ ഈ മരുയാത്രയിൽ ദാഹത്താലൻ നാവ് വരളുമ്പോ ആകാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനൻ ആത്മദാഹം തീർത്തിടും. നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ. നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ചതങ്ങയോടെയൊഴിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എൻ്റെ യേശു. ചതങ്ങയോടെയൊഴിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എൻ്റെ യേശു. നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ. നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനകാരൻ നമ്മളെ ഓർപ്പിക്കുന്നത്, ഞാൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആയതുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. ഈ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്ന ആ വലിയനായ കർത്താവിനെയാണ് നാം ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഒരു വിശ്വാസിക്ക് എല്ലാറ്റിനേക്കാളും ഉപരി ലക്ഷ്യമാക്കുവാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. കർത്താവിൻ്റെ വരവിനെ ഓർത്താണ് ആ ലക്ഷ്യമാക്കുക നമ്മൾ ഓരോരുത്തരും രാവും പകലും നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിലെ ചൂടേറിയ അനുഭവത്തിൽ നിന്ന് ദൈവമേ അങ്ങയുടെ മുഖം കാണുവാൻ എന്ന് സാധിക്കുമോ, അങ്ങയുടെ വരവെന്നുണ്ടാകുമോ, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയുടെ മുഖത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കളും കാത്തിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. ആ നിലയിൽ നമുക്ക് ദൈവത്തിനായി കാത്തിരിക്കാൻ, ആ ഒരു പ്രശോഭിതമായ മുഖം കാണുവാൻ, ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തക്കണം ദൈവം നമ്മളെ അനുവദിച്ചുറപ്പയ്ക്കായി സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതിനോട് ചേർന്ന് വരുന്ന ഒരു ഗാനം
ദേവദാസൻ ഈട്ടിക്കൽ കുഞ്ഞുവൻ അവർ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ലക്ഷ്യം അതാണ്, എൻ ആശ അതാണ് എന്നുള്ള മനോഹരമായ ഗാനം നമുക്കായി ദേവദാസൻ ആലപിക്കുന്നു. ലക്ഷ്യമതാണ്, എൻ ആശയതാണ്, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ലക്ഷ്യമതാണ്, എൻ ആശയതാണ്, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. യാഗമായി തൻ ചോരയൂറ്റിയ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. യാഗമായി തൻ ചോരയൂറ്റിയ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ദേവദേവനെ, എൻ യാഗവീരനെ, എൻ ജീവിത സുഖം നീ മാത്രമാകുന്നേ. ദേവദേവനെ, എൻ ത്യാഗവീരനെ, എൻ ജീവിത സുഖം നീ മാത്രമാകുന്നേ. ലക്ഷ്യമതാണ്, എൻ ആശയതാണ്, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ലക്ഷ്യമതാണ്, എൻ ആശയതാണ്, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. പ്രത്യാശ നാടിനെ ഞാൻ ഓർത്തിടും നേരം പ്രത്യാശ എന്നുള്ളിൽ പൊങ്ങിടുന്നിതാ. പ്രത്യാശ നാടിനെ ഞാൻ ഓർത്തിടും നേരം പ്രത്യാശ എന്നുള്ളിൽ പൊങ്ങിടുന്നിതാ. നിത്യ സൗഭാഗ്യം ലക്ഷ്യമാകുവാൻ എത്ര കാലം ഞാൻ കാത്തിടേണമോ. നിത്യ സൗഭാഗ്യം ലക്ഷ്യമാകുവാൻ എത്ര കാലം ഞാൻ കാത്തിടേണമോ. ലക്ഷ്യമതാണേ, എൻ ആശയതാണേ,
എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ? ലക്ഷ്യമതാണേ, എൻ ആശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ? മരുഭൂമി എനിക്കാനന്ദമല്ലേ, സിയോൻ പുരിയതോ അധിക കാമ്യമേ. ഈ പാഴ്മരുഭൂമി എനിക്കാനന്ദമല്ലേ, സിയോൻ പുരിയതോ അധിക കാമ്യമേ. എന്നു ചേർന്നു ഞാൻ വീട്ടിൽ ചേരുമോ? അന്നു തീരുമേ ഈ പാരിൻ ദുരിതം. എന്നു ചെന്നു ഞാൻ വീട്ടിൽ ചേരുമോ? അന്നു തീരുമേ ഈ പാരിൻ ദുരിതം. ലക്ഷ്യമതാണേ, എൻ ആശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ? ലക്ഷ്യമതാണേ, എൻ ആശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ? ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് കാൽവരി ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. വലിയനായ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ചറിയുവാൻ തക്കണം. വലിയനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ദൂരെയായിരുന്ന പൗലോസിനെ തൻ്റെ പക്കലേക്ക് കൊണ്ടുവന്ന ചരിത്രം നമുക്ക് സുപരിചിതമാണ്. എത്രയോ ദൈവദാസന്മാരെ ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുകയും ദൈവ വഴികൾക്ക് വിരുദ്ധമായിട്ടുള്ള പാതയിൽ സഞ്ചരിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്ത പൗലോസ് യഥാർത്ഥത്തിലുള്ള കർത്താവിനെ കണ്ടപ്പോൾ ആ കാൽവറിയെക്കുറിച്ച് എനിക്കിതിലല്ലാതെ പ്രശംസിപ്പാൻ മറ്റൊന്നിലും ഇടവരുതെന്നുള്ള ദൃഢ പ്രതിജ്ഞ എടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ശിക്ഷ വിധിക്കുന്നവനാർ ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം. എന്നാൽ ഈ പൈശാചിക ശക്തികളെയും പിശാചിൻ്റെ ശക്തിയെയും കാൽവറിയിൽ അവൻ തച്ചുടച്ചു എന്ന് കാണുവാൻ സാധിക്കും. അതുമൂലം ദൈവമക്കളായിരിക്കും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാനും ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കാനും ദൈവം ശ്രേഷ്ഠന്മാരോടൊപ്പം പദവി ഒരുക്കുവാൻ തക്കണം. ദൈവം നമ്മളെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു സ്ഥലത്തെ കൊണ്ട് എത്തിച്ചേർവയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ആകാശത്തിന് ഒരു അതിരുണ്ടെങ്കിൽ ആ അതിരുകളെ ഭേദിക്കത്തക്കവണ്ണം കാൽവറി നമുക്ക് മുമ്പിൽ നിൽക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ഈ താണ മനുഷ്യനെ എത്രത്തോളം ഉയർത്തി, വല്ലാതെയും സ്വർഗത്തിൽ നിന്നും ഈ താണ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഈ താണ നിലയിൽ ജീവിക്കുന്ന നമ്മളെ ദൈവത്തോടൊപ്പം ആക്കി തീർക്കാൻ ഈ ഉന്നതങ്ങളിൽ നിന്നും ഈ താഴ്ചയിലേക്ക് കടന്നു ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അതുപോലെ കാൽവറി എത്രമാത്രം മനുഷ്യന് ഹൃദയ നറുമല്യം നൽകുന്നതാണ്, ധൈര്യം നൽകുന്നതാണ്, ആകാംക്ഷ നൽകുന്നതാണ്. ആ നിലയിൽ കാൽവറിയെ കുറിച്ചുള്ള ഗാനം, കാൽവറിയെക്കുറിച്ചുള്ള ഓരോ വാക്കുകളും ആ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ് നമുക്കിന്ന് ദൈവത്തോടൊപ്പം ജീവിക്കാനുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചത്. ആ നിലയിൽ ഓ കാൽവറി എന്നുള്ള ആകാശ സീമകൾക്ക് അപ്പുറമായിട്ട് ചെല്ലാൻ കെൽപ്പുള്ളതായിട്ടുള്ള ഈ ഗാനം നമുക്ക് വേണ്ടി ഇവാഞ്ചലിസ്റ്റ് ടി ജെ തോമസ് ആലപിക്കുന്നു. ദൈവസാദസ്നെ ക്ഷണിക്കുന്നു.
കാൽവറി ഓ കാൽവറി ഓർമ്മകൾ നിറയുന്ന അൻപിൻ ഗിരി ഓർമ്മകൾ നിറയുന്ന അൻപിൻ ഗിരി ഓ കാൽവറി അതിക്രമം നിറയുമീ മനുജന്റെ ഹൃദയം അറിയുന്നോരേകൻ യേശുനാഥൻ അതിക്രമം നിറയും മനുജന്റെ ഹൃദയം അറിയുന്നോരേകൻ യേശുനാഥൻ അകത്യങ്ങൾ നീക്കാം പാപങ്ങൾ മായ്ക്കാം അകത്യങ്ങൾ നീക്കാം പാപങ്ങൾ മായ്ക്കാം അവിടുന്ന് ബലിയായി കാൽവറിയിൽ ഓ കാൽവറി ഓ കാൽവറി ഓർമ്മകൾ നിറയുന്ന അൻപിൻ ഗിരി ഓർമ്മകൾ നിറയുന്ന അൻപിൻ ഗിരി ഓ കാൽവറി മലിനത നിറയുമീ മർത്യന്റെ ജീവിതം മനസ്സലിവിൻ ദൈവം മുന്നറിഞ്ഞു മലിനത നിറയുമീ മർത്യന്റെ ജീവിതം മനസ്സലിവിൻ ദൈവം മുന്നറിഞ്ഞു മറുവിലയാകാൻ മനുഷ്യനായി വന്നു മറുവിലയാകാൻ മനുഷ്യനായി വന്നു മരിച്ചേശുയാഗമായി കാൽവറിയിൽ ഓ കാൽവറി ഓ കാൽവറി ഓർമ്മകൾ നിറയുന്ന അൻപിൻ ഗിരി ഓർമ്മകൾ നിറയുന്ന അൻപിൻ ഗിരി ഓ കാൽവറി കപടത നിറയുമീ ഭൂവതിലെങ്ങും കണ്ടിടുമോ ഈ ദിവ്യസ്നേഹം കപടത നിറയുമീ ഭൂവതിലെങ്ങും കണ്ടിടുമോ ഈ ദിവ്യസ്നേഹം കണ്ണീരു പോക്കാം കൺമഷം തീർക്കാം കണ്ണീരു പോക്കാം കൺമഷം തീർക്കാം കരുണയിൻ രൂപം കാൽവറിയിൽ ഓ കാൽവറി ഓ കാൽവറി ഓർമ്മകൾ നിറയുന്ന അൻപിൻ ഗിരി ഓർമ്മകൾ നിറയുന്ന അൻപിൻ ഗിരി
വിതറി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, എൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, എൻ്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം എൻ്റെ പിമ്പടയായിരിക്കും. യെശയ്യാ പ്രവാചകൻ നമ്മളെ ഓർപ്പിക്കുന്ന പോലെ വലിയനായ ദൈവം നമുക്ക് വെളിച്ചം തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ നിഴൽ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്ന ആ വലിയനായ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയുമാണ് നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ചെയ്യേണ്ട കാര്യമെന്ന് ഓർപ്പിക്കുന്നു. അതായത് ഈ ലോകത്തിൽ ഇരുട്ട് മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇരുട്ട് മാത്രം കാണുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ പോലും യോഗ്യതയില്ലായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന വലിയ ദൈവത്തിന് എത്രത്തോളം സ്തുതിയും സ്തോത്രവും അർപ്പിച്ചാലും അതൊട്ടും അധികമായി. ദൈവത്തെ നമ്മളെ പാടി സ്തുതിക്കുന്നതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ചെയ്തികളും അത്രത്തോളം തന്നെ പരിശുദ്ധവും പാവനവുമായിരിക്കുന്ന ആ പ്രവൃത്തി അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുക അത്ര ചെയ്യുന്നത്. ആ നിലയിൽ ദൈവം നമ്മൾ വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ കർത്താവിനോട് ചോദിക്കുന്നു, എൻ്റെ സ്നേഹിതൻ ആരാണ്, എൻ്റെ അയൽക്കാരൻ ആരാണ്? അപ്പോൾ നമുക്ക് വലിയ കർത്താവ് ഒരു പാഠം അവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഒരു യാത്രികൻ താൻ കള്ളന്മാരാൽ അടിക്കപ്പെട്ട് പീഡിക്കപ്പെട്ട് കൊള്ളയടിക്കപ്പെട്ട് ഒരു വഴിയുടെ വക്കിൽ വീണ് കിടക്കുന്നു. എന്നാൽ അവിടെ തന്നെ സംരക്ഷിച്ച് വിളിച്ചു കൊണ്ടുപോകാൻ ഒരു പുരോഹിതൻ വന്നു, ഒരു ലേവ്യൻ വന്നു. എന്നാൽ ഒരു നല്ല ശമരിയാക്കാരനായി ഒരാൾ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നു, അവന് വേണ്ടി ചിലവ് ചെയ്യുവാൻ വേണ്ടി കാത്തിരുന്നു, അവന് വേണ്ടി അവൻ നോക്കിയിരുന്നു. അതുപോലെ നാമും ഒരു നല്ല സ്നേഹിതന് വേണ്ടി നോക്കിയിരുന്നു. നമുക്ക് ഒരു ആശ്വാസം കിട്ടുവാൻ, ഒരു സ്നേഹം കിട്ടുവാൻ ഈ ലോകത്തിൽ ആരുമില്ലായിരുന്നപ്പോൾ നമ്മുടെ നല്ല സ്നേഹിതനായി, നല്ല അയൽക്കാരനായി കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സമീപത്തേക്ക് കടന്നു വന്നു. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. മൽപ്രിയനെ, എന്നേശു നായകനെ, എൻ്റെ പ്രിയ സ്നേഹിതനെ അല്ലെങ്കിൽ എൻ്റെ പ്രിയനെ എന്നുള്ള വാക്കിന് ഈ ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ സ്ഥാനമതു, അത് കർത്താവായ യേശു ക്രിസ്തുവിനാണ്. ആ മനോഹരമായ ഗാനം നമുക്കായി ദൈവദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ അവതരിപ്പിക്കുന്നു. നമുക്കത് കേട്ടിരിക്കാം. യേശുനായകനേ എപ്പോൾ വരും? മൽപ്രിയനേ യേശുനായകനേ എപ്പോൾ വരും? എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ, എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ, എന്നേശുവേ വാനമേഘി വേഗം വന്നിടണേ, എന്നേശുവേ വാനമേഘി വേഗം വന്നിടണേ.
സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോ മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാ വെള്ളത്തിനായി കേടുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ വെള്ളത്തിനായി കേടുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും വസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ ചേർന്നു നിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ ചേർന്നു നിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ ബുദ്ധിയുള്ള നിർമ്മല കന്യക പോ ഒരുങ്ങും നീ ബുദ്ധിയുള്ള നിർമ്മല കന്യക പോ ഒരുങ്ങും നീ മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ ആ പളുങ്കുന്ന തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ ആ പളുങ്കുന്നതി തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ എൻ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാളാ എൻ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാളാ മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ
എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എൻ യേശുവേ വാനമേഘേ വേഗം വന്നിടണേ എൻ യേശുവേ വാനമേഘേ വേഗം വന്നിടണേ മൽക്കിയനേ എൻ യേശുനായകനേ എപ്പോൾ വരും മൽപ്രിയനേ എൻ യേശുനായകനേ എപ്പോൾ വരും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും അവൻ്റെ ആത്മാവിനെ അഥവാ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അതിൻ്റെ ഉത്തരം പ്രയോജനമൊന്നുമില്ല എന്നുള്ളതാണ്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റ് ധാരാളം പ്രവർത്തനത്തിലേക്ക് നമ്മൾ വ്യാപരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിപ്പാനുള്ള സമയം നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ ജീവനായിരിക്കും നഷ്ടപ്പെടുന്നത് കാണുവാൻ സാധിക്കും. ഈ ലോകത്തിൽ നമ്മളെ ഏത് ഭാഗത്ത് ഏത് രാജ്യത്ത് നമ്മൾ ശ്രദ്ധിച്ചാലും ദൈവത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയും സമാധാനമായിട്ട് ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് കാണുവാൻ സാധിക്കും. ലോകത്തെ നേടുവാൻ വന്ന അലക്സാണ്ടർ എങ്ങനെ അവസാനിച്ചു എന്ന് കാണുവാൻ സാധിക്കും. ഇരു കൈകളും തൻ്റെ ശവപ്പെട്ടിയുടെ ഇരുവശങ്ങളിലേക്കും മാറ്റിയിട്ട് എന്തുകൊണ്ട് ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുപോകാൻ എനിക്ക് ഇല്ല എന്നുള്ള അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സദൃശ്യഭാഗത്തിൽ ഒരു ഭാഗമുണ്ട്, മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് എൻ്റെ ചെവി ചായ്ക്കുക, അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. എൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കും, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും എൻ്റെ സർവ്വദേഹത്തിനും സൗഖ്യമാകും. ഈ ലോകത്തിൽ നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾ മാനുഷികമായിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെയും ഈ ലോകത്തിൽ നമുക്ക് അവസാനിക്കുന്നതാണ്. അതായത് നമ്മുടെ ശരീരം മണ്ണോട് മൺ ചേരുന്നതാണ് എന്നുള്ളത് ദൈവദിനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. എത്ര പ്രഗത്ഭമേറിയ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനങ്ങൾ എത്തിച്ചേർന്നാലും നമ്മുടെ ശരീരം മണ്ണ്. എന്തുകൊണ്ടെന്നാൽ മണ്ണിൽ നിന്നാണ് നമ്മളെ ദൈവം എടുത്തിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. ആ നിലയിൽ ഈ ലോകത്തിൽ നമുക്ക് തരുന്നതായിട്ടുള്ള ചെറിയ കാലഘട്ടങ്ങളുടെ ആ നമ്മെ നിർമ്മിച്ച ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും നാം കാത്തിരിക്കണം. അതിനോട് ചേരുന്ന ഒരു ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്ന ദേവദാസൻ ടി ജെ തോമസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മനുഷ്യ നീ മണ്ണാകും, മണ്ണിലേക്ക് മടങ്ങും എന്നുള്ള അർത്ഥവത്തായിട്ടുള്ള ഗാനം ദേവദാസനിലൂടെ നമുക്ക് കേൾക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനുഷ്യാനി മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. മനുഷ്യാനി മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം
നിന്റെ സമ്പാദ്യവും താഴ്മയായിടണം നിന്റെ സിംഹാസനം ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നിടും കരയിൽ നീ ഒരു യാത്രികൻ സ്വർഗം അകതാരിൽ കരുതിയിടണം ആകർഷകമാ മുഖം കൊണ്ടു നടന്നാലും ആരാധ്യനായി ലോകമറിഞ്ഞാലും ആകർഷകമാ മുഖം കൊണ്ടു നടന്നാലും ആരാധ്യനായി ലോകമറിഞ്ഞാലും നിർഭയനായി നീ ജീവിതം നയിച്ചാലും നിർഭയനായി നീ ജീവിതം നയിച്ചാലും നിഷ്ഫലമേ നിൻ ആത്മാവു നശിക്കുകയും താഴ്മയായിടണം നിന്റെ സിംഹാസനം ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും താഴ്മയായിടണം നിന്റെ സിംഹാസനം ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നിടും കരയിൽ നീ ഒരു യാത്രികൻ സ്വർഗം അകതാരിൽ കരുതിയിടണം മനുഷ്യന്റെ മനസ്സ് പാമ്പിൻ പുറ്റായി മാറുന്നു മനസ്സിന്റെ മോഹങ്ങൾ പാമ്പുകളായി ഇഴയുന്നു മനുഷ്യന്റെ മനസ്സ് പാമ്പ് പറ്റായി മാറുന്നു മനസ്സിന്റെ മോഹങ്ങൾ പാമ്പുകളായി ഇഴയുന്നു ഈശ്വരനാൽ സർവവും നൽകുവാൻ കഴിയാതെ ഈശ്വരനാൽ സർവവും നൽകുവാൻ കഴിയാതെ ചെകുത്താനെ മനുഷ്യ നീ ഭരിക്കുവാൻ ക്ഷണിക്കുന്നു താഴ്മയായിടണം നിന്റെ സിംഹാസനം ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും താഴ്മയായിടണം നിന്റെ സിംഹാസനം ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നിടും കരയിൽ നീ ഒരു യാത്രികൻ സ്വർഗം
അകതാരിൽ കരുതിയിടണം. നന്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. മനുഷ്യാനി മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ. സ്വർഗം അകതാരിൽ കരുതിയിടണം, ധരയിൽ നീ ഒരു യാത്രികൻ. സ്വർഗം അകതാരിൽ കരുതിയിടണം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 130 എപ്പിസോഡിൽ ഈ വെൻകിലിംഗ നിശ്ചയം നിൽപ്പാൻ തക്കണം ദൈവം കരുണ കാണിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ദൈവദാസൻ നീട്ടികൾ കുഞ്ഞുമോൻ അവർക്ക് നന്ദി അർപ്പിക്കുന്നു. എന്തുകൊണ്ടാൽ ദേശത്തിലെ ധാരാളം ദൈവദാസന്മാരിലൂടെ ദൈവത്തിൻ്റെ വചനം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വിദേശങ്ങളിലും ശ്രവിപ്പാൻ തക്കണം ഇത് ഒരു കാരണമായി തീർന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയുവാൻ സാധിക്കും. ദൈവത്തിൽ നിന്നും വളരെ, ദൈവവചനത്തിൽ നിന്നും വളരെ, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെ ദൂരേക്ക് പോകുന്ന ഒരു ജനസമൂഹം ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ജനവിഭാഗത്തിന് നല്ല ഒരു ഉത്തരം, അല്ലെ നല്ല ഒരു കാര്യം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവം നമ്മളെ ഓർപ്പിക്കുന്നു. ആ വാക്യം വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഈ വാക്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നിന്റെ ദൈവമായ യഹോവ. ഈ ലോകത്തിൽ ഇന്ന് 800 കോടി ജനങ്ങൾ ജീവിച്ചിരിക്കുമെന്നാണ് കണക്ക്. അതിലോരോ മനുഷ്യനും ദൈവത്തിൻ്റെയാണ്, ഓരോ മനുഷ്യനും. അതിലേറ്റവും കൂടുതൽ ജനങ്ങൾ ജീവിച്ചിരിക്കുന്ന ഇന്ത്യ 142 കോടി, അതിൻ്റെ തൊട്ട് പിന്നിൽ ചൈന. എന്നാൽ അതിൽ ഏറ്റവും ചെറിയ രാജ്യമുണ്ട്. എന്നാൽ ഇതിൽ ഓരോരുത്തരും ദൈവമുണ്ടാക്കിയ വ്യക്തിയാണെന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നു. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുണ്ട്. ഇത് യോശുവയോട് മാത്രം പറയുന്നതല്ല, ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോരുത്തരോടും പറയുന്നു. എന്നാൽ ഈ ഭൂമിയിൽ ഒരു ജീവൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് വലിയനായ ദൈവമാണ്. അത് ആദ്യത്തെ മനുഷ്യനായ ആദാമിലൂടെ നമുക്ക് നൽകിയതാണ്. അതിലൂടെയാണ് ഈ ഭൂമുഖത്തൊക്കെയും 800 കോടി ജനങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അവിടെ ദൈവത്തിൻ്റെ വചനം കൃത്യമായി യോശുവോട് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ദൈവം ഞാൻ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്നാണ്. ദൈവത്തിൻ്റെ ഉറപ്പും ധൈര്യവും നമുക്ക് ഉണ്ടാവണം. ഈ വാക്യം ഇവിടെ നമ്മളെ ഓർപ്പിക്കുമ്പോൾ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്ന് പറയുമ്പോൾ ഉറപ്പും ധൈര്യവും ഇല്ലാതെ ജീവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളെയും ജനവിഭാഗങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് പറയുന്ന ഇസ്രായേൽ മക്കൾ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ദൈവത്തിൻ്റെ വാക്കിൽ നിന്നും മാറിപ്പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിനെപ്പറ്റി എപ്പോഴും ചിന്തിച്ച് നോക്കുമ്പോൾ ആവർത്തന പുസ്തകം 1:21 വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 1:21 പറയുന്നത് ഇതാ, നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ എന്ന് അത് കൈവശമാക്കി കൊള്ളണം. ഭയപ്പെടരുത്, അധൈര്യപ്പെടുകയരുത് എന്ന് പറഞ്ഞു. വല്ലാധികം ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും അല്ലെങ്കിൽ മിസ്രയിൽ നിന്നും എങ്ങനെ വിടുവിച്ചു കൊണ്ടുവന്നു എന്ന് കാണുവാൻ സാധിക്കും. തങ്ങളുടെ സ്വന്തം ദേശം നഷ്ടമായി അടിമത്തത്തിലേക്ക് ഈജിപ്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞ് അവിടെ നിന്നും ദൈവം എത്ര അത്ഭുതമായിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നു. എത്ര അത്ഭുതങ്ങൾ അവിടെ കാണിക്കുന്നു. ഈ അത്ഭുതങ്ങളൊക്കെയും തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ കാണുകയും കേൾക്കുകയും അതിൻ്റെ സാന്ത്വനം അനുഭവിക്കുകയും ചെയ്തു. ആ തണലിലാണ് അവർ തിരിച്ചു പോരുന്നത്. അവരുടെ നിലവിളി കേട്ടാണ് അവിടെ തിരിച്ചു പോരുന്നത്. പക്ഷെങ്കിൽ ഈ നിലവിളി കേട്ട ജനം ദൈവത്തിൻ്റെ വാക്കുകൾ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാതെ അനുസരണക്കേടിലേക്ക് വഴിതിരിഞ്ഞെന്ന് മാത്രമല്ല, തങ്ങളുടെ സ്വന്തം വാക്കും തൻ്റെ സ്വന്തം ചിന്താഗതിയും തങ്ങളുടെ സ്വന്തം പ്രവൃത്തിയുമായിട്ട് മുമ്പോട്ട് പോയതുകൊണ്ട്
തക്ക സമയത്ത് ദൈവം അവർക്ക് അരുളി ചെയ്ത അല്ലെ വാഗ്ദാനം ചെയ്ത കനാൻ നാട് കൈയടക്കുവാൻ സാധിച്ചില്ല. അപ്പോൾ ആദ്യത്തെ വാക്യം ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെയുണ്ട്, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് ദൈവം വാഗ്ദാനം നൽകിയപ്പോൾ ദൈവം കൊടുത്ത വാഗ്ദാനത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെ അവർ പോയി എന്നുള്ള കാര്യമാണ് നമുക്കിടെ ആവർത്തന പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അതിൻ്റെ തൊട്ട് പുറകെ വേറൊരു വാക്യം കൂടെ അതിൽ വരുമ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാകും. ആവർത്തന പുസ്തകം 1:22 തൊട്ടടുത്ത ഭാഗത്തിൽ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ എല്ലാവരും അടുത്തു വന്നു, നാം ചില ആളുകളെ മുമ്പ് കൂട്ടി അയക്കുക, അവർ ദേശം ഉറ്റുനോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴിയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് തീർത്തും വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം ഇസ്രായേൽ ജനത്തിന് ഉണ്ടാകുന്നുവെന്ന് കാണുവാൻ സാധിക്കും. മിസ്രൈം ദേശത്തിലെ അടിമത്തത്തിൽ നിന്നും കണ്ണുനീരിൽ നിന്നും അവരെ വിടുവിച്ചു കൊണ്ടുവന്ന അത്ഭുതങ്ങളുടെ മുമ്പിൽ നിന്നും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു വലിയ രാജാവിൻ്റെ മുമ്പിൽ നിന്നും വീർപിടിച്ച് കൊണ്ടുവരുമ്പോൾ അവർ ഈ കനാൻ നാടിനോട് ഏറ്റവും അടുത്ത കാദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ എഴുത്തേക്കും അവരുടെ ആ സന്തോഷവും ദൈവം അവർ പറഞ്ഞ വഴികളും ഉറപ്പും ധൈര്യവും എല്ലാം ചോർന്നു പോയി. പിന്നെ ദൈവത്തിൻ്റെ വാക്ക് വിരുദ്ധമായിട്ട് ജനങ്ങൾ തന്നെ അല്ലെ വ്യക്തികളായിട്ട് മനുഷ്യരായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവം ഒരു വ്യക്തമായിട്ടുള്ള കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ അതിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുവാൻ പാടില്ല. എന്നാൽ ഇക്കാലം നമുക്ക് കാണുവാൻ സാധിക്കും ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഉള്ള ഒരു കാലമാണ്. ഭൂരിപക്ഷത്തിൻ്റെ കാര്യം ചിന്ത ശരിയാണെന്നും ന്യൂനപക്ഷത്തിൻ്റെ കാര്യം തെറ്റാണെന്നും നിർവചിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഇവരും പ്രവർത്തിച്ചു എന്ന് കാണുവാൻ സാധിക്കും. അവിടെ പറയുന്നത് ആവർത്തന പുസ്തകം 1:20 നിങ്ങൾ എല്ലാവരും അടുത്തു വന്നു. മോശയായിട്ടൊരു വീണ്ടും ഒരു അറിയിപ്പ് അല്ലെ, മോശ വീണ്ടും നമ്മളെ ഓർപ്പിക്കുകയാണ്, അവരോട് ഓർപ്പിക്കുകയാണ്, നാം ചില ആളുകളെ മുമ്പ് കൂട്ടി അയക്കുക. അത് ദൈവത്തിൻ്റെ ആലോചനയല്ലായിരുന്നു. ആ ആലോചന നിങ്ങളുടെ, അതായത് ഇസ്രായേൽക്കാരുടെ അല്ലെ ആ ജനത്തിൻ്റെ ആവശ്യമായിരുന്നു. അവർക്ക് ദൈവം കൊടുത്ത ഉറപ്പല്ലായിരുന്നു. ദൈവം പറഞ്ഞത് നിങ്ങൾ ചെല്ലുക, നിങ്ങൾക്ക് ആ ദേശം കൈവിടക്കുവാൻ സാധിക്കും, ഉറപ്പും ധൈര്യമുള്ളതായി മാത്രം ഇരിക്കാന്ന്. എന്നാൽ അവരെ കൂടി ആലോചന ചെയ്തു, നിങ്ങൾ ചില ആളുകളെ മുമ്പ് കൂട്ടി അയക്കുക, അവർ ദേശം ഉറ്റുനോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴിയും പോകുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. ഇതൊക്കെയും ദൈവം പറഞ്ഞ വാക്കുകളല്ല, ദൈവത്തിന് വിരുദ്ധമായിട്ട് ആ ദൈവത്തിൻ്റെ ജനം എന്ന് വിശേഷിപ്പിക്കുന്ന യഹൂദ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ ജനം അവരെ ചിന്തിക്കുന്ന കാര്യമാണ്. അവരനുസരിച്ച് അവരുടെ 12 ഗോത്രങ്ങളിൽ ഓരോ പ്രഭുക്കന്മാരെ വീതം എടുത്ത് അവർ ആ സ്ഥലത്തെ കനാൻ നാട് ഉറ്റുനോക്കുവാൻ വേണ്ടി വിടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് തികച്ചും വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടന്നു എന്ന് കാണുവാൻ സാധിക്കും. ജനങ്ങളുടെ നിർബന്ധം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ദൈവം കണ്ടു എന്ന് കാണുവാൻ സാധിക്കും. അതായത് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് അനുസൃതമായിട്ട് മനുഷ്യൻ പോകുന്നില്ലെങ്കിൽ എന്നാൽ നിങ്ങളുടെ ആലോചനയ്ക്ക് തന്നെ പോകട്ടെ എന്ന് ദൈവം അനുവദിച്ചു കൊടുക്കുന്നവരാണ്. എന്നാൽ ഈ പോക്കിൻ്റെയൊക്കെ അവസാനം അത്ര ശുഭകരമായിരിക്കുക എന്നുള്ളത് ഈ ചരിത്രത്തിൻ്റെ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ദൈവം ദൈവമാണ്, മനുഷ്യൻ മനുഷ്യനുമാണ്. അപ്പോൾ ഇവർ 10 പേരെ 12 പേരെ തിരഞ്ഞെടുത്തു. ആ 12 പേരും അതിൻ്റെ പ്രഭുക്കന്മാർ അതിൻ്റെ മുൻപിൽ നിന്ന് ഉള്ളവരെ അവിടെ കടന്നു പോകുന്നു എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ അവരവിടെ ചെന്നതിന് ശേഷമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവർ അവിടെ നിന്ന് പോകുമ്പോൾ അവരുടെ ഓരോ ഗോത്രമായ തലവന്മാരെ അവരുടെ ആഗ്രഹം അനുസരിച്ച് പറഞ്ഞു വിടുമ്പോൾ അവരവിടെ ചെന്നിട്ട് ആ സ്ഥലം കണ്ടുപിടിക്കുകയും അവർ 10 പേര് ഒരഭിപ്രായവും 2 കൂട്ടർ വേറെ അഭിപ്രായം പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. 10 പ്രഭുക്കന്മാർ ഒരേ അഭിപ്രായം പറഞ്ഞു, അതായത് ഭൂരിപക്ഷം. ന്യൂനപക്ഷമായ 2 പേര് അതിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ ചെന്ന് അവർ കാണുന്ന ദേശം, അതായത് കനാൻ ദേശം, അവരെ കാണിപ്പാൻ ദേശം, അതായത് അവർക്ക് അങ്ങോട്ട് കാലെടുത്ത് വെച്ചാൽ മതി, അന്നോ ആ സമയത്ത് അവർക്ക് ആ ദേശം കിട്ടും. ചില ദിവസങ്ങളിലൂടെ മാത്രം മതി. പക്ഷെങ്കിൽ അവർ ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് ആ ആൾക്കാരെ 12 പേരെ ദൈവം പറഞ്ഞ വാക്കുകൾക്ക് വിരുദ്ധമായിട്ട് പറഞ്ഞു വിട്ടതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൽ വിശ്വാസമില്ലാതെ, ദൈവത്തിൻ്റെ വാക്കിന് വിശ്വാസം കൊടുക്കാതെ അവരുടെ പ്രഭുക്കന്മാരെ അവരെ പറഞ്ഞയക്കുന്ന, എന്നാൽ അവർ 10 പേര് ഒരു അഭിപ്രായം പറഞ്ഞു, അവിടെ കുഴപ്പമില്ല, അതായത് അവിടെ സമൃദ്ധിയായ ദേശമാണ്, പാലും തേനും ഒഴുകുന്ന ദേശമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ സമൃദ്ധമായിട്ടുള്ള സ്ഥലമാണ്. അതായത് മുന്തിരിക്കുലകളും ഈന്തപ്പഴങ്ങളും അതുപോലെ അത്തിപ്പഴങ്ങളും ഒക്കെയും ധാരാളമായിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. അവരവിടെ കാണുകയും ചെയ്തു. എന്നിട്ട് അവിടുത്തെ ജനങ്ങളെ പറ്റിയും പറഞ്ഞു, അവിടെ ഭയങ്കരമായിട്ടുള്ള ക്രൂരന്മാരായിട്ടുള്ള ജനങ്ങൾ അവിടെ ഉണ്ട്, നമുക്കത് കീഴടക്കുവാൻ ഇല്ല എന്നുള്ളത് ഭൂരിപക്ഷം 10 പ്രഭുക്കന്മാർ അഭിപ്രായപ്പെട്ടു. അവരവിടുന്ന് മടങ്ങി വരുമ്പോൾ ഇങ്ങനെയുള്ളവർ അഭിപ്രായക്കാർ ഒരു 10 കൂട്ടരും 10 പേരും അതുപോലെ അത് കീഴടക്കുവാൻ സാധിക്കുമെന്ന് യോശുവയും കാലേബും എന്ന് പറഞ്ഞ 2 പേരും അത് പറഞ്ഞു, നമുക്കത് കീഴടക്കുവാൻ സാധിക്കുമെന്ന്.
എന്തുകൊണ്ടാൽ അവർ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാധിക്കും എന്ന്, അതായത് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും ദൈവത്തെ അവരെ കൊണ്ടുവന്ന വഴികളുമൊക്കെയും വ്യക്തമായി അറിയാവുന്ന യോശുവയും കാലേബും വിശ്വാസത്തോടെ പറഞ്ഞു, നമുക്ക് കനാൻ നാട് പിടിച്ചടക്കുവാൻ സാധിക്കുമെന്നാണ്. എന്നാൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് കാണുവാൻ സാധിക്കും. അവർ പറഞ്ഞു നമുക്കത് കീഴടക്കുവാൻ സാധിക്കത്തില്ല. ഈ കാര്യം കേട്ട് ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ കനാൻ നാട് ലക്ഷ്യമാക്കി പുറപ്പെട്ടു വന്നപ്പോൾ സന്തോഷിക്കേണ്ട ജനം, കനാൻ നാടിനെ ലക്ഷ്യമാക്കി വരികയാണ്, സന്തോഷിക്കേണ്ട ജനം ഭയങ്കരമായ കരച്ചിലിൻ്റെ മധ്യത്തിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഈ 10 പേരുടെ അഭിപ്രായം കേട്ട് ജനമെല്ലാം കരഞ്ഞു എന്ന് കാണുവാൻ സാധിക്കും. അവർ ദിവസങ്ങളോളം കരഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് ഇനി ഇതിൻ്റെ മുമ്പിൽ ചെയ്യേണ്ടതെന്നറിയാതെ ആ നേതൃത്വം മോശയും കൂട്ടിലൊക്കെയും വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദൈവത്തിന് മുമ്പിൽ കവിണ് വീണ് കരയുന്നതായിട്ട് ഇതിനൊരു പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ദൈവമേ, എങ്ങനെയാണ് ഈ ജനത്തെ മുമ്പോട്ട് നയിക്കുന്നത്? പലപ്പോഴും നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ, നമ്മുടെ സഭാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയും പലപ്പോഴും ഇതുപോലെയുള്ള ദൈവത്തിൻ്റെ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും മുമ്പോട്ട് പോകുമ്പോൾ, അല്ലെ ഭൂരിപക്ഷ അഭിപ്രായത്തിലേക്ക് പോകുമ്പോൾ, ഭൂരിപക്ഷ അഭിപ്രായം ഒരിക്കലും ശരിയാകണമെന്നില്ല. ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം പലപ്പോഴും ഒടുവിൽ തെറ്റായിട്ട് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ന്യൂനപക്ഷം 2 പേരാണെങ്കിലും അത് ശരിയായിട്ട് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ ലോക ചരിത്രം നടക്കുന്നുവെങ്കിൽ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് കനാൻ നാട് കൈവശമാക്കുവാൻ പറഞ്ഞപ്പോൾ ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ജനവിഭാഗത്തെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഒരിക്കലും നാം അങ്ങനെയാകരുത്. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊക്കെയും ആയിരക്കണക്കിന് പ്രാവശ്യം കേട്ട ഒരു സുപരിചിതമായ വചനഭാഗമാണിത്. എങ്കിൽ തന്നെയും ഇന്നും പ്രസക്തമാണ്. എന്തുകൊണ്ടാൽ ദൈവത്തെ അറിയാതെ, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാതെ തങ്ങളുടേതായ സ്വന്തം ബുദ്ധിയിലും പ്രവൃത്തിയിലും മുമ്പോട്ട് നീങ്ങുമ്പോൾ ദൈവം അവരെ കരച്ചിലിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുപോകും. അവരെ ബുദ്ധിമുട്ടിനെയും പ്രയാസങ്ങളിലും അവരെന്തായാലും തീരുമാനിക്കുന്നത് നമുക്ക് തിരിച്ചു പോകാമെന്നാണ്. നോക്കിയേ, ദൈവത്തിൻ്റെ ജനം ഇന്ന് ധാരാളം പേര് ഇങ്ങനെയുള്ളതായിട്ട് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച ശേഷം മടങ്ങിപ്പോക്കിലേക്ക് ആലോചിക്കുകയും നമുക്കെന്ന ഒരു നേതാവിനെ അങ്ങ് തിരഞ്ഞെടുക്കാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലേക്ക് ഈ 2024 വന്നപ്പോഴേക്കും കാലഘട്ടം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ജനങ്ങളൊക്കെയും കോവിഡിൻ്റെ കാലത്തിന് ശേഷം പള്ളിയിൽ പോയില്ലേലും കുഴപ്പമില്ല എന്നുള്ള വ്യർത്ഥമായിട്ടുള്ള തെറ്റായിട്ടുള്ള ചിന്താഗതിയിലേക്ക് മാറിപ്പോയിരുന്നു. നാം അതൊക്കെയും തിരുത്തേണ്ടത് ആവശ്യമാണ്. ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, അതായത് അവിടെ വലിയ ജനസമൂഹമായിട്ട് ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഗോലിയാത്ത് സർവശക്തനായിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ദാവീദ് ഒറ്റയൊരുത്തൻ ഈ ഗോലിയാത്തിനെയും ആ കൂട്ടരെയും തോൽപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവൻ്റെ കഴുത്തരിഞ്ഞ് മാറ്റുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് പോകുന്നൊരു വ്യക്തിക്ക് എന്തും ചെയ്യുവാനുള്ള ശക്തി ദൈവമാണ് കൊടുക്കുന്നത് എന്നുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് എന്തും അധികാരമുണ്ട്. അപ്പോൾ ഈ ചെറിയ ദാവീദിനെ, ഈ വലിയവനായ ഗോലിയാത്തിനെയും അവൻ്റെ കൂടെയുള്ളവരെയും തോൽപ്പിച്ച് ഓടിക്കാം എന്നുള്ള ചരിത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ആ വിശ്വാസത്തോടെ നമ്മൾ പോകുന്നുവെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ ബലമല്ല, ന്യൂനപക്ഷത്തിൻ്റെ ദൈവാശ്രയം വിജയത്തിലേക്ക് ഇടക്കുമാറാക്കും. ആ നിലയിൽ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനും ബോധപ്പെടുത്തുവാനും മുമ്പോട്ട് പോകാനും ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ദിവസത്തെ കാര്യങ്ങൾ മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ ഈ യോശുവയും കാലേബും മാത്രം, ഈ 2 പേരും മാത്രം ദൈവത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുവാൻ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടും ഞാൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവൻ്റെ സന്ധിയെ കൈവശമാക്കും ദൈവം പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് അറിയാൻ സാധിക്കും, മോശയ്ക്ക് വിശ്വസിക്കുവാൻ സാധിക്കും. ഇവരൊക്കെയും ദൈവം പറഞ്ഞ വാക്കുകൾക്ക് യാതൊരു വിഘ്നമുണ്ടോ തടസ്സമുണ്ടായില്ല. ആ കനാൻ നാട് കൊണ്ട് എത്തിക്കുമെന്നുള്ള വിശ്വാസം. എന്നാൽ ഇവരുടെ തിരസ്കാരങ്ങളും ഇവരുടെ ദൈവത്തെ പറ്റിയുള്ള പിറുപിറുപ്പും മോശയെ പറ്റിയുള്ള പിറുപിറുപ്പും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ദൈവം വിശ്വസനാണ്. ദൈവം പറഞ്ഞ വാക്കിന് മാറാത്തവനാണ്. ആ നിലയിൽ അവരെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്നാണ് സാധിക്കും. അതായത് 40 ദിവസം ഈ കനാൻ നാടിനെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുവാൻ ഈ ആൾക്കാരെ അവർ പറഞ്ഞു വിടുന്നു. 40 ദിവസം എടുത്തു. അതിന് പകരമായിട്ട് ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷ അവിടെ കാണുവാൻ സാധിക്കും. ഒരു ദിവസത്തിന് 1 വർഷം എന്നുള്ള നിലയിൽ നമുക്ക് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഈ കനാൻ നാട്ടിലേക്ക് ചെന്നെത്താൻ ഏതാനും ദിവസം മാത്രം മതി. കാദേശ് വരെ ചെന്നെത്തിക്കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങളിലോ കഴിഞ്ഞാൽ കാദേശിൽ കാൽകുത്താം. എന്നാൽ ഈ ജനം ദൈവത്തോടുള്ള വിഘടനവാദം കൊണ്ട് അവിടെ തെറ്റിപ്പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതായത് 40 ദിവസം ദൈവത്തെ വിശ്വസിക്കാതെ ഈ കനാൻ നാട് ഒറ്റുനോക്കാൻ പോയതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസത്തിന് 1 വർഷം എന്നുള്ള നിലയിൽ അവരെ 40 വർഷം അവരെയും പ്രായപൂർത്തിയായി 20 വയസ്സിന് മേൽ പ്രായമുള്ള ഒരാൾ പോലും കനാൻ നാട്ടിൽ കാല് ചവിട്ടുകയെന്ന് പറഞ്ഞു. 2 പേര് ഒഴികെ. ആ 2 പേരാണെന്ന് നിങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായല്ലോ. യോശുവയും കാലേബും ഒഴിച്ച്
വേറെ ഒരാളും ഈ കനാൻ നാട്ടിൽ കാൽകുത്തുകയല്ല പറയും. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമായി ഏത് പ്രവൃത്തി ചെയ്താലും ദൈവം ഓരോ കാര്യങ്ങളും കണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലെങ്കിൽ അത് കണ്ടില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ അത് നമ്മുടെ വിശ്വാസം മാത്രമാണ്. വലിയനായ ദൈവം ഈ ഓരോ വർഷത്തിനും ഓരോ ദിവസത്തിനും ഓരോ വർഷം 40 സംവത്സരം ആ മരുഭൂമിയിലൂടെ അവരെ നടത്തി കഷ്ടപ്പെടുത്തി ആ തലമുറ അവിടെ ഒടുങ്ങി മണലിൽ ഒടുങ്ങി എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ അതിന് ശേഷമായിട്ട് യോശുവയുടെ കാലഘട്ടം വരുമ്പോൾ അവർക്ക് അവിടേക്ക് കാലുകുത്താനുള്ള അവകാശം ലഭിച്ചു. ആ നിലയിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ വചനം തന്നിട്ടുണ്ട്. ദൈവം തൻ്റെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ടുണ്ട്. കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായ ദൈവം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ആ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ഒരു വിരുദ്ധതയില്ല, ഒരു വ്യതിയാനമില്ല. ആ ദൈവം നമ്മളെ ശക്തമായി നടത്തും. നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ നമ്മുടെ ബുദ്ധിയും ശക്തിയും നമ്മുടെ ഗ്രൂപ്പ് ബലവും പ്രസിദ്ധമാക്കേണ്ട നാം മനുഷ്യരുടെ മുമ്പിൽ ശ്രേഷ്ഠരാകാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. എന്നാൽ ദൈവത്തിന് മുമ്പിൽ 10 പേര് ഒന്നുമില്ല, 10 പേരുടെ പ്രസക്തതയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിന് അവരുടെ പ്രവൃത്തി യാതൊരു വിലയുമില്ല. ഈ 2 പേര് ന്യൂനപക്ഷം പറഞ്ഞ അവരെ യോശുവയും കാലബയും മാത്രം അവർ പറഞ്ഞ് ശരിയാണ്, അവർക്ക് പിടിച്ചെടുക്കുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ദൈവം അതാണ് പറഞ്ഞ്. അങ്ങനെ അവർ യോശുവയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ യോശുവ 1-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. അവരെ കനാൻ നാട്ടിലേക്ക് അവരെ കാലുകുത്താനായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ഒരു അപകടം സംഭവിച്ചു. ഇവരെ ദൈവത്തിന് വേണ്ടി പുറത്തുപറഞ്ഞും അതുപോലെ ഈ 10 പേരായിട്ട് ദൈവത്തിന് വിരുദ്ധമായിട്ട് ചിന്തിച്ചവരും പ്രവർത്തിച്ചവരും ആലോചന പറയും, ദുരാലോചന ചെയ്തവരൊക്കെ ഭീകരമായിട്ടുള്ള ബാധ അവരെ ബാധിച്ച് ഈ ഭൂമിയിൽ അവരവസാനിച്ചു എന്ന് കാണുവാൻ സാധിക്കും. ബാക്കി 2 പേരും ദൈവത്തിൻ്റെ വചനത്വം നമ്മളെ ഓർപ്പിക്കുന്ന പോലെ കനാൻ നാട്ടിൽ കാലുകുത്താൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം നമുക്കായിരിക്കാൻ നമുക്ക് സാധിക്കും. ഭാഗ്യകനാനിൽ നമ്മൾ യാത്ര ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധയോടെ നോക്കിയിരിക്കുകയാണ് ഈ ഭൂമിയിൽ. എന്നാൽ ആ കനാൻ നാട്, ആ സ്വർഗീയ കനാനിൽ എത്തുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതായത് നമ്മൾ ഭൂരിപക്ഷം നോക്കണ്ട, പിന്നെയോ നമ്മൾ നോക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കിപ്പോയ ആ 2 പേര് ആ സ്വർഗീയ കനാൻ നാട്ടിൽ എത്തിച്ചേർന്നു. ആ കനാൻ നാടിൻ്റെ ഭാഗ്യം അനുഭവിച്ചിരിക്കുന്നു. അതിൽ മുമ്പോട്ട് പോകാൻ തക്കണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ നിലയിൽ ചിന്ത പറയുവാൻ തക്കണം ദൈവം സഹായിച്ചുറപ്പിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ. ഇനിയും ഒരു ഗാനം കൂടെ പാടുവാൻ ദൈവദാസന്മാർക്ക് ഉള്ളതായിട്ടുള്ള സന്ദർഭമുണ്ട്. പ്രിയപ്പെട്ട ദൈവദാസന്മാർ അതിനുവേണ്ടി സമയമെടുക്കുമല്ലോ. പരദേവനു പോനനക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഹിത ശക്തനും ഇരുകരത്തിലുണ്ടനിശമേ. പരദേവനു പോനനക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഹിത ശക്തനും ഇരുകരത്തിലുണ്ടനിശമേ. പരദേവനു പോനനക്ക്
തകർക്കും പിഴച്ചു നടക്കും അവന്റെ മുടികൾ. തലയെ തകർക്കും പിഴച്ചു നടക്കും അവന്റെ മുടികൾ. മൂടിയ നെറുകയെ തന്നെ മുടിക്കുമാതിനാഥനുര ചെയ്തതാ മനുഷ്യനേ. പരദേവനുഗോണനും പരിത്രാണനത്തിനധികം മരണത്തിൽ നിന്നൊഴിവു കർത്തനാമകിത ശക്തനും ഇരുകരത്തിലുണ്ട നിശമേ. പരദേവനുഗോണമുണ്ട് നിമിത്തം നരകർ നിനക്ക് ഭയന്നു തിരുമുള്ളിൽ. മന്ദിര നിമിത്തം അരജർ നിനക്ക് ഭയന്നു തിരുമുള്ളിൽ. കാഴ്ച കൊണ്ടുവരുമേശുവിന്നു ജയമേശുവിന്നു ജയമേശുവിൻ ജയമേ. പരദേവനുഗോണനും പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമകിത ശക്തനിൻ ഇരുകരത്തിലുണ്ട നിശമേ. പരദേവനുഗോണനും പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമകിത ശക്തനിൻ ഇരുകരത്തിലുണ്ട നിശമേ. പരദേവനുഗോണമുണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 130 എപ്പിസോഡ് വളരെ അനുഗ്രഹകരമായി പര്യവസാനിക്കുവാൻ ദൈവം അനുവദിച്ചുവല്ലോ. അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിച്ച ദൈവദാസന്മാരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഗാനങ്ങൾ ആലപിച്ച ഞങ്ങളുടെ സഹോദരൻ TJ തോമസ് അവർ ഗാനങ്ങൾക്ക് പശ്ചാത്തലവും ഒപ്പം ലഘു സന്ദേശവും അറിയിച്ച കൃത്യദാസൻ ജോസി ജോൺ, ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയതായ സുജിത് സുനിൽ, ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത സുനിൽ കൊട്ടാരക്കര, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഒപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും നിങ്ങളോടുള്ള നന്ദി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. ഈ രാത്രിയിൽ കേട്ട ഗാനങ്ങളും സന്ദേശങ്ങളും ഒരു വലിയ കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. ചില ശുശ്രൂഷകൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവരുടെ മുഖം നോക്കാതെ, ഭൂരിപക്ഷത്തെ ഭയപ്പെടാതെ ദൈവിക സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് രാത്രിയിൽ ദൈവം എന്നെയും നിങ്ങളെയും ഓർപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരും തള്ളിക്കളഞ്ഞ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട യേശു, അവനെ ദൈവം കാൽവരിയിൽ യാഗമാക്കി തീർത്തു. പിതാവായ ദൈവം പോലും അവനെ കൈവിട്ടു.
എന്നാൽ അവനെ ലോകത്തിൻ്റെ രക്ഷിതാവായി ദൈവം ഉയർത്തി. ഏക രക്ഷിതാവായി യേശുക്രിസ്തു ദൈവം ഉയർത്തി. അനേകം രക്ഷിതാക്കന്മാരല്ല, ഏക രക്ഷിതാവ്. ആ ഏക രക്ഷിതാവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ നിങ്ങളും ഒരുപക്ഷെ ഏകനായിട്ടായിരിക്കാം മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ നിങ്ങൾക്ക് തടസ്സങ്ങൾ ധാരാളം ഉണ്ടായി എന്ന് വരാം. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് മുമ്പോട്ടുള്ള യാത്രയ്ക്ക് പ്രതികൂലങ്ങളായിട്ട് ധാരാളം പേർ മുൻപിൽ വന്ന് നിലനിന്നു എന്ന് വരാം. നിങ്ങളെ ആശ്വസിപ്പിക്കാത്തവർ ഒരുപക്ഷെ ഉണ്ടായെന്നിരിക്കാം. നിങ്ങളുടെ വേദനയിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാനായി സഹായിക്കാനായി എത്താത്തവർ ഉണ്ടായെന്നിരിക്കാം. സാമ്പത്തികമായി നിങ്ങൾ ഞെരുങ്ങുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ കഴിയാതെ കൈമലർത്തി കാണിക്കുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റുപാടുണ്ടായിരിക്കാം. നിങ്ങൾ മാനസികമായി ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരാശ്വാസ വാക്കുപോലും പറയാത്ത സ്നേഹിതന്മാർ ഒരുപക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കാം. എന്നാൽ അവരെക്കാൾ ഉപരിയായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു രക്ഷിതാവ് ഉണ്ട് എന്നുള്ള കാര്യം ഇന്നത്തെ ഗാനങ്ങളിലും സന്ദേശങ്ങളിലും കേട്ടിരിക്കുകയാണ്. ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിരാശ കൈവിട്ട് ദുഃഖങ്ങളോട് വിട പറഞ്ഞ് കർത്താവിലേക്ക് ഹൃദയം ഉയർത്തി, യേശുവേ നീ എൻ്റെ രക്ഷിതാവാണ്, കർത്താവാണ് എന്ന് പറഞ്ഞ് ദൈവപാദത്തിലേക്ക് ഈ രാത്രിയിൽ വരികയാണെങ്കിൽ നിനക്കും ഈ രാത്രിയിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയും. സഹോദര, സഹോദരി, നിന്റെ ഹൃദയത്തിൻ്റെ വാതിലിൽ നിന്നുകൊണ്ട് ഈ കർത്താവ് മുട്ടുകയാണ്. നിനക്ക് നന്മ തരുവാൻ, സമാധാനം തരുവാൻ, ആശ്വാസം തരുവാൻ മതിയായ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവിൻ്റെ പാദത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ രാത്രിയുടെ യാമത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ അവിടെ നിങ്ങളോട് ഇടപെട്ടതിനായ സ്തോത്രം. അവിടുത്തെ മഹത്വം ദർശിക്കുവാൻ അടിയങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. കർത്താവേ, ഗാനങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയും ഒക്കെ ഞങ്ങൾ അതാണ് മനസ്സിലാക്കിയത്. ഞങ്ങൾക്കായി ഒരു രക്ഷിതാവുണ്ടല്ലോ, ഞങ്ങളെ സഹായിക്കുവാൻ മതിയായ ദൈവം അങ്ങ് മാത്രമാകയാൽ സ്തോത്രം. ഞങ്ങൾ പാടിയതുപോലെ അവിടുന്ന് എന്ന് വരും, അവിടുന്ന് എന്ന് വരും, അവിടെ നിങ്ങളെ ചേർപ്പാൻ എന്ന് വരും എന്നുള്ള പ്രത്യാശയോടെ, ആകാംക്ഷയോടെ ഈ ലോകത്തിൽ ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവർ ഒരുപക്ഷെ ഇല്ലായിരിക്കാം, ഞങ്ങളെ പയക്കുന്നവർ ഉണ്ടായിരിക്കാം, ഞങ്ങളെ വേദനിപ്പിക്കുന്നവരുണ്ടായിരിക്കാം, ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നവരുണ്ടായിരിക്കാം. എന്നാൽ ഞങ്ങളെ സഹായിക്കുവാൻ മതിയായ ദൈവം അങ്ങ് മാത്രമാകിയാൽ സ്തോത്രം. മരണത്തെ ജയിച്ചവനും പരീക്ഷകളെ അതിജീവിച്ചവനും ലോകത്തെ ജയിച്ചവനും സമാധാനത്തിന് ദായകനും ആശ്വാസപ്രദനും അങ്ങ് മാത്രമാകിയാൽ സ്തോത്രം. അകത്തൃവാദത്തിലേക്ക് ഞങ്ങൾ ചേർന്ന് വരുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേട്ട ഹൃദയങ്ങൾക്ക് അവിടുന്ന് ആശ്വാസപ്രദനായിരിക്കണമേ, സഹായനായിരിക്കണമേ. അവിടെ വേദനയെ മാറ്റണമേ, അവിടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ, അവർക്ക് സന്തോഷം നൽകണമേ. കർത്താവേ, ഈ രാത്രിയിൽ ഇടയോടും അടിയങ്ങളത്തിനെ അവിടുത്തെ മുമ്പാകെ താഴ്ത്തുന്നു സമർപ്പിക്കുന്നു. മഹത്വം കർത്താവിന്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം ഇവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകമെമ്പാടും കർത്താവിനെ കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ കൂടെയും ഇന്നും നേക്കും കാലാവസ്ഥനും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.